എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 16 ശ്ലോകം 36, 37, 38, 39. കാളിയ പത്നിമാരുടെ സ്തുതി തുടരുന്നു. ആദ്യം ഭഗവാന്റെ ക്രോധം ശമിക്കാൻ വേണ്ടിയിട്ട് കാളിയനെ ഇത്രയും ദണ്ഡിപ്പിച്ചത് ശരി തന്നെയാണ് അങ്ങ് ചെയ്തത്, അത് വേണം എന്നുള്ള അർത്ഥത്തില് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് പറയുന്നു. അതിനുശേഷമാണ് ഗംഭീരമായിട്ടുള്ള സ്തുതി അവരുടെ. ശ്ലോകം 36. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. കസ്യാനുഭാവോസ്യ ന ദേവ വിദ്മഹേ തവാംഘ്രിരേണുസ്പർശാധികാര യദ്വാഞ്ഛയാ ശ്രീർലലനാചരത്തപോ വിഹായ കാമാൻ സുചിരം ധൃതവ്രത. ഇവൻ എന്തെങ്കിലും ഏതോ വിധത്തിലുള്ള സുഹൃതം പൂർവജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും. അത് കുറച്ച് മനസ്സിലാവും നമുക്ക്. അല്ലെങ്കിൽ ഇത്രമാത്രം മഹാപദവി സിദ്ധിക്കാൻ ഒരു ദിവസം അവൻ ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ് ഞങ്ങൾക്ക് എന്ന് പറയുന്നത്. എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട്. പലവിധ ക്രീഡകളാൽ തന്റെ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന ഹേ ദേവ, നിസ്സാരനായ ഇവന് അവിടുത്തെ ഈ പാദ പത്മധൂളി ഏൽക്കാനുള്ള യോഗ്യത ഏത് വിധമായ തപസ്സിന്റെയോ ഈ ധർമ്മം അനുഷ്ഠിച്ചിട്ടുള്ള ജീവിതത്തിന്റെയോ ഫലമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കണില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ പാദരേണു സ്പർശം സിദ്ധിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉത്തമ സ്ത്രീയായ മഹാലക്ഷ്മി കൂടി ഇന്ദ്രിയാദികളടക്കി ആഹാരാദി കാര്യങ്ങളിൽ കൂടി നിയമങ്ങൾ അംഗീകരിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങയുടെ പാദപത്മധൂളി ലഭിക്കാൻ വേണ്ടിയിട്ട്. മഹാലക്ഷ്മി പോലും അത്ര മഹാത്മ്യമേറിയ നിന്തിരുവടിയുടെ ഈ പാദപത്മധൂളി സംസർഗം ഇവന് സിദ്ധിച്ചത് ഇവൻ ചെയ്ത സുഹൃതം കൊണ്ടാണെന്നൊന്നും ഞങ്ങൾ വിചാരിക്കണില്ല. അത് പറയണവര് എന്തൊക്കെ ക്രീഡകളാണ് അവിടുന്ന് ചെയ്യണത്. അതെന്തോ ഒരു കാരണം കൊണ്ട്, എന്തോ ഒരു സംഗതി വെച്ചാൽ ഇങ്ങനെ ഒരു കാരുണ്യം അങ്ങേക്ക് തോന്നി, അത് മാത്രമേ ഞങ്ങൾ വിചാരിക്കണുള്ളൂ. അല്ലാതെ ഇവൻ ചെയ്ത സുഹൃതം കൊണ്ടോ ഒന്നും അല്ല. നാഗപൃഷ്ഠം ന ച സാർവഭൗമം ന പാരമേഷ്ട്യം ന രസാധിപത്യം ന യോഗസിദ്ധിരപുനർഭവം വാ വാഞ്ചന്തി പാദരജ പ്രപന്ന. നിന്തിരുവടിയുടെ ആ പാദപത്മത്തിലുള്ള ധൂളി ഏൽക്കാൻ ആർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നുവോ അവര് പിന്നെ സ്വർഗലോകവാസത്തെയോ ഭൂലോക ചക്രവർത്തി പദവിയെയോ സത്യലോകാധിപതിയായ ബ്രഹ്മാവിന്റെ നിലയെയോ പാതാളത്തിന്റെ ആധിപത്യത്തെയോ അണിമാദികളായ അഷ്ടസിദ്ധികളെയോ മോക്ഷത്തെയോ തന്നെയോ ആഗ്രഹിക്കണില്ല. ഏതെങ്കിലും ഒന്നിനെ ആഗ്രഹിക്കുന്നത് വർത്തമാന ലാഭത്താൽ സംതൃപ്തി ഇല്ലെന്ന് സൂചിപ്പിക്കുന്ന സംഗതിയാണ്. ഇപ്പൊ അതിനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ എന്തെങ്കിലും ഒന്നിനെ അവര് ആഗ്രഹിക്കുന്നത്. പരമാനന്ദ സമുദ്രമായ നിന്തിരുവടിയുടെ ഈ പാദപത്മധൂളി സിദ്ധിച്ചാൽ പിന്നെ അവര് ആനന്ദ സമുദ്രത്തില് അങ്ങനെ നിമഗ്നരായിട്ട് ഭവിക്കണു. ഈ മോക്ഷം എന്നത് എന്താ? ദുഃഖരഹിതമായ ആനന്ദാനുഭൂതിയല്ലേ. അപ്പൊ പിന്നെ ഈ പരമാനന്ദത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്നവർക്ക് പിന്നെ എന്തെങ്കിലും മോക്ഷത്തെ കൂടി അവർക്ക് കാക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തദ്ദേശനാഥാപ ദുരാപമന്യേ തമോജനി ക്രോധവശോപ്യഹീശ സംസാരചക്രേ ഭ്രമത ശരീരിണോ യദിച്ഛദസ്യാൽ വിഭവസമക്ഷ. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാര് കൂടി ഈ പാദധൂളി ഏൽക്കാൻ വേണ്ടി
പ്രയത്നിക്കണം. അവർക്ക് പോലും ഇന്നേ വരെ അത് സിദ്ധിച്ചിട്ടില്ല. ഇവനാണെങ്കിലോ തമോ ഗുണപ്രധാനി, അതിലും വിശേഷിച്ചും ക്രോധശീലൻ. പോരാഞ്ഞിട്ടോ വിശേഷിച്ച് പരദ്രോഹം ചെയ്യുന്ന സർപ്പങ്ങളിൽ വെച്ച് മുമ്പൻ ഇവനാ. ഹേ നാഥ, നിന്തിരുവടിയുടെ കാരുണ്യാതിശയം അത്യുദാരമായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവന്റെ പടങ്ങള് അങ്ങയുടെ പാദപത്മം കൊണ്ടുള്ള താണ്ഡവത്തിന് രംഗസ്ഥലമായിട്ട് സ്വീകരിച്ചുല്ലോ അവിടുന്ന്. സംസാര ചക്രത്തില് ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്ന ഈ ദേഹികള് നിന്തിരുവടിയുടെ പാദത്തെ സേവിക്കുന്നത് കൊണ്ട് അവർക്ക് അണിമാദികളായ അഷ്ട ഐശ്വര്യങ്ങള് പ്രത്യക്ഷമായിട്ട് സിദ്ധിക്കണു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഇപ്രകാരം അനുഗ്രഹിച്ച അവന് സിദ്ധിക്കുന്ന പദവി എത്ര വലുതായിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല എന്ന് അവര് പറയുന്നു. പിന്നെതാ അവര് ഇത്രയും നേരം ഭഗവാൻ പ്രസാദിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെതാ അതിഗംഭീരമായിട്ടുള്ള സ്തുതി, കാളിയപത്നിമാരുടെ ഈ സ്തുതി അതിവിശേഷമാണ്, ഇത്രയും ഗഹനമാണ്. പണ്ഡിതന്മാര് ഒക്കെ വിദ്വാൻമാരൊക്കെ സ്തുതിക്കുന്ന മാതിരിയാണ് ഈ കാളിയപത്നിമാര് ഭഗവാനെ സ്തുതിക്കുന്നത്. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ. ഇനി ഇത് മുതല് ഭഗവാന്റെ നിരതിശയമായ മഹിമയെ പ്രകാശിക്കുന്ന വിശേഷണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് 10 ശ്ലോകം കൊണ്ടാണ് നാഗപത്നിമാര് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിക്കണം. ഇവര് പറയണു, ആലോചിക്കാൻ കഴിയാത്തവയും അനന്തങ്ങളുമായ ഐശ്വര്യങ്ങളുടെ ഇരിപ്പിടവും സകല പ്രാണികളുടെ അന്തഃകരണങ്ങളിൽ നിയാമകൻ എന്ന നിലയിൽ ശയിക്കുന്നവനും ബ്രഹ്മാദി ദേവന്മാരെ അവരുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന നിയന്താവും ആകാശാദിഭൂതങ്ങളുടെ ആധാരഭൂതനും ഭൂതോൽപത്തിക്ക് മുമ്പും ഇരിപ്പുള്ളവനും പ്രകൃതിയിൽ നിന്ന് ദൂരെ ഇരിക്കുന്നവനും സർവേശ്വരനുമായ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. 10 ശ്ലോകങ്ങളാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.